ഉടമ്പടി, നീ ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് അതിൻ്റെ ദൈവികമായ വശങ്ങൾ നിനക്ക് ആന്തരിക ബോധ്യം നൽകണത്, അതിൻ്റെ ഭക്ഷണം നൽകണത് ഈ മണിക്കൂറിലാണ്. അതുകൊണ്ടാണ് ഓരോ ഉടമ്പടി ധ്യാനത്തിലും ദൈവികമായ വ്യത്യസ്തങ്ങളായ സ്വർഗീയ ഭക്ഷണമാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു ഉടമ്പടി ധ്യാനം തമ്മിലും പൂർണ്ണമായിട്ട് അങ്ങ് അതേപോലെ ആവർത്തിക്കപ്പെടത്തില്ല. കാര്യം ഒരു ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് നിനക്ക് ആ ധ്യാനം മിസ് ചെയ്താൽ അത് മരണം വരെ അത് മിസ്സിങ് ആയിരിക്കും. കാരണം പിന്നീട് ഒരിക്കലും അത് പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പം അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാൻ, ഉടമ്പടി ധ്യാനം ഒരെണ്ണം പോലും മിസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രം പോലെ, അത് ചട്ടപ്പടി പ്രോഗ്രാം പോലെ ആചാരവട്ടം അനുസരിച്ചുകൊണ്ട് അനുവർത്തിച്ച് പോകുന്ന ഒരു ക്രിയയല്ല അത്. മറിച്ച് ആ ഉടമ്പടി ധ്യാനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട സ്വർഗീയമായ എന്തെങ്കിലും മുദ്രകൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ, സീൽ ഔട്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതേ ആദരവോടെ സ്നേഹത്തോടെ അത് നമ്മൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വചനത്തോട് വിശ്വസ്തയുള്ളവരാണ്, ഉടമ്പടിയോട് വിശ്വസ്തയുള്ളവരാണെന്നറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം വാട്ട് ഇസ് സിൻ, എന്താണ് പാപം. അപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ സെമിനാരിലൊക്കെ പഠിക്കുന്ന കാലത്ത് പാപത്തെക്കുറിച്ച് പറയണത് സിൻ ഇസ് ദ ആബ്സെൻസ് ഓഫ് ലവ്. അപ്പം ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഭാവമാണ് പാപം. അങ്ങനെ ദൈവശാസ്ത്രജ്ഞന്മാരൊരു കാഴ്ചപ്പാടിലെത്താൻ കാരണം പാപം നിയമലംഘനമാണെന്ന് യോഹന്നാനിലൂടെ വെളിപാടുള്ളത് കൊണ്ടാണ്. നമ്മളൊന്ന് യോഹന്നാൻ വായിക്കുമ്പോൾ പാപം എന്താണെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്, അത് നിയമലംഘനമാണ്. അപ്പോൾ എന്താണ് നിയമലംഘനം എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ 10 കൽപ്പനകളാണ് നിയമം. കാരണം നിയമപുസ്തകം എന്നാണ് ഈ 10 കൽപ്പനയൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉൽപ്പത്തി അല്ലെ പുറപ്പാട് 24 വായിക്കുമ്പോൾ ഉടമ്പടി പുസ്തകമെന്നും വിളിക്കും. പഴയ നിയമത്തെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ഉടമ്പടി പുസ്തകം. അപ്പം ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? നിയമമാണ്. പാപം എന്ന് പറയുന്നത് എന്താണ്? നിയമലംഘനമാണ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി ലംഘനമാണ്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ നിയമം എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതാണ് നിയമം. നിയമം എല്ലാം ഇങ്ങനെ സമഞ്ജസമായിട്ട് സമ്മേളിച്ച് അതിനെ കാച്ചി കുറുക്കി അതിൻ്റെ സത്ത എടുത്തിട്ട് ഈശോ പറയും, there is only one law persist, that is love. എന്നിട്ട് love at the level of the cross എന്ന് പറയും. യേശു നിയമത്തെ എല്ലാം എടുത്തിട്ട് യേശു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമത്തിനൊരു നിയതമായ സമഗ്രതയും ഒരു വ്യക്തതയും വരുത്തിയിട്ട് പറയും വാട്ട് ഇസ് ലവ് എന്ന് പറയും. ഇപ്പം എന്താണ് സ്നേഹം, എന്താണ് നിയമം എന്ന് പറഞ്ഞിട്ട് യേശു പറയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഇപ്പോൾ ഒരു മാതൃകയാണ് വരുന്നത് അവിടെ. പാപം എന്ന് പറയുന്നത് ഒരു മാതൃകയ്ക്ക് എതിരെയുള്ള നടപടികളാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ്. വാട്ട് ഈസ് സിൻ? സിൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്കുണ്ട്. നമുക്ക് അവലംബിക്കാൻ ഒരു മാതൃകയുണ്ട്. ഈ മാതൃകയ്ക്ക് താഴെ വരുന്നതെല്ലാം സിന്നായിട്ട് മാറും. അപ്പോൾ പാപം എന്നുള്ള വിഷയത്തെ യേശു എന്ന വ്യക്തിയുമായിട്ടാണ് റെഫർ ചെയ്യണത്. അവിടെ കൽപ്പനയൊന്നുമില്ല. പാപം എന്നൊരു വിഷയത്തെ യേശുവിന് എതിരായിട്ടുള്ള മനോഭാവങ്ങളെ, അഭിരുചികൾ എല്ലാം പാപമാണ്. എന്താണ് പാപമെന്ന് ചോദിച്ചാൽ, യേശുവിനെ നഷ്ടപ്പെടുത്തുന്നത് എല്ലാം പാപമാണ്. യേശു ഒരു വ്യക്തിയായിരിക്കുമ്പോൾ തന്നെ
ദൈവം ഒരു ശക്തിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ദാറ്റ് ഈസ് ഗ്രേസ്, കൃപ, അത് നിർവീര്യമാക്കുന്നത് എല്ലാം പാപമാണ്. ഏതൊരു മനോഭാവമാണ്, ഏതൊരു നിലപാടാണ്, ഏതൊരു ഉള്ളിലിരിപ്പാണ് നിനക്ക് യേശു ക്രിസ്തുവിനെ എൻ്റെ ശക്തി നിർവീര്യമാക്കുന്നത്, ദാറ്റ് ഇസ് സിൻ. ഉടമ്പടിയിൽ വരുമ്പോൾ എന്താണ് ഉടമ്പടി അനുസരിച്ചുള്ള പാപം? അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും നമ്മൾ. എന്താണ് ഉടമ്പടി അനുസരിച്ചുള്ള പുണ്യമെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. എന്താണ് ഉടമ്പടി അനുസരിച്ചുള്ള പുണ്യം? ഉടമ്പടി അനുസരിച്ചുള്ള പുണ്യം എന്ന് പറയുന്നത് അവൻ പറയണത് പോലെ ചെയ്യണതാണ് ഉടമ്പടി അനുസരിച്ചുള്ള പുണ്യം. നമുക്ക് പുണ്യം നഷ്ടപ്പെട്ട്, കൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ മാർഗം എന്താണ്? നഷ്ടപ്പെട്ട പുണ്യത്തെ റീക്യാപ്ചർ ചെയ്യുകയാണ്, റീസ്റ്റോർ ചെയ്യണം, അതിൻ്റെ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ അത് കൊണ്ടുവരണത്? അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഉടമ്പടിയുടെ പുണ്യം അവൻ പറയണത് പോലെ ചെയ്യുകയാണെങ്കിൽ ഉടമ്പടിയുടെ പാപം എന്തായിരിക്കും? അവൻ പറയണ പോലെ ചെയ്യാത്തതായിരിക്കും. അപ്പോൾ വാട്ട് ഇസ് സിൻ? എന്താണ് പാപം? ഉടമ്പടി അനുസരിച്ചുള്ള പാപം എന്താണ്? ഉടമ്പടി അനുസരിച്ചുള്ള പാപം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യാത്തതെല്ലാം ഉടമ്പടി അനുസരിച്ചുള്ള പാപമാണ്. ഇതാണ് വിഷയം. ഇതുകൊണ്ടാണ് അനുതാപവും കുമ്പസാരവും ഒരു 2-3 ആഴ്ചയായിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി വിഷയമായിട്ട് വരണത്. അവൻ പറയണതനുസരിച്ച് ചെയ്യാതിരിക്കണതെല്ലാം പാപമാണ്, ഉടമ്പടി അനുസരിച്ചുള്ള പാപമാണ്. അപ്പോൾ ഓരോ ഉടമ്പടി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആ വ്യക്തി ഉടമ്പടി 2 കാര്യങ്ങൾക്ക് ആ വ്യക്തി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു സൂചിയും നൂലും ഓട്ടം പോലെയാണ് ഉടമ്പടി ഓട്ടം എന്ന് പറയണത്. 2 കാര്യങ്ങൾക്ക് ആ വ്യക്തി ശ്രദ്ധിക്കണം. ഒന്ന്, അവൻ ഓടണം അല്ലെങ്കിൽ അവൾ ഓടണം. രണ്ടാമത്തെ എന്താണ്? ചുമ്മാ ഓടി മറ്റുള്ളവരുടെ ഒപ്പം നിന്ന് ജയിച്ചാലും പറ്റത്തില്ല. ആ ജയിച്ച് വന്ന സമയത്ത് സൂചിയും നൂല് സൂചിയിൽ കോർത്തിരിക്കണം. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഈ ഉടമ്പടി യാത്രയിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കണം, നിൽക്കുന്ന പാട്ടത്തിന് നിൽക്കരുത്, വളർച്ച ഉണ്ടാകണം. രണ്ടാമത് എന്താണ്? ലക്ഷ്യം സാധിച്ചിരിക്കണം. വളർച്ച ഉണ്ടായാലും മാത്രം പോരാ, ലക്ഷ്യം സാധിക്കണം. എന്താണ്? സൂചിയുടെ കുഴയിൽ നൂല് കോർത്തിരിക്കണം. ഇപ്പം നമ്മൾ ജയിച്ചു, അപ്പോൾ അതിൻ്റെ ബീഡിൽ വന്നിട്ട് നോക്കിയപ്പോൾ അയ്യോ നൂല് കോർത്തില്ല എന്ന് പറയാം. അപ്പോൾ ആളൗട്ടായി. നൂല് കോർത്തു, പക്ഷേ നമ്മൾ ഓടിയെത്തിയില്ല, അപ്പോൾ നമ്മൾ ഔട്ടായി. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഉടമ്പടി വളരെ ഒരു വ്യക്തിയെ വളരെ ചിട്ടയായ രീതിയിൽ ദൈവത്തിൽ വളർത്തണ ഒരു പ്രാർത്ഥനയാണ്, ഒരു ജീവിത രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. പക്ഷെ അതിൻ്റെ വിഷയമെന്ന് പറയണത് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. ഓടിക്കഴിയുമ്പോൾ സൂചി കോർത്തുകൊണ്ട് നൂല് കോർത്ത് കഴിഞ്ഞിരിക്കണം. ഇത്രയും 2 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാനുണ്ട്. എന്നുവെച്ചാൽ അപ്പോൾ ഉടമ്പടിയിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഉടമ്പടി നമ്മൾ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഉടമ്പടിയിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കണം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ള ലക്ഷ്യം സാധിച്ചുകൊണ്ടേയിരിക്കണം. 2 ഒരുമിച്ച് ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷെ നിർഭാഗ്യവശാൽ ഉടമ്പടി അതിൻ്റെ തുടക്കക്കാരെപ്പോഴും സംഭവിക്കുന്നത്, അവരെന്താണ് ഉടമ്പടിയിൽ എഴുതി വച്ചിരിക്കുന്നത്, മകളുടെ കല്യാണക്കാര്യമോ അല്ലെങ്കിൽ വീട് വെക്കണതോ വീട് വാങ്ങിക്കണതോ ജോലി കിട്ടണതോ ആ കാര്യത്തിലാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അതാണ് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വരണത്. നിങ്ങൾ ഉടമ്പടി ശ്രദ്ധിക്കുന്നത് മാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന വിഷയങ്ങളിൽ മാത്രമാണ്. ആ വിഷയങ്ങൾ എന്തിനുള്ളതാണ്? സംഭവമാണ്
ആ വിഷയങ്ങളിലൂടെ അതൊരു ചെറിയൊരു ഇരയാണ്. നമ്മളതിട്ടിട്ട് വലിയ മീൻ പിടിക്കും. എന്തിനാണ് മീൻ പിടിക്കണത്? നിത്യതയെന്ന് പറഞ്ഞ വലിയ മീൻ പിടിക്കണ സംഭവമാണ്. നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന ചെറിയൊരു കാര്യമാണ്. പക്ഷെ അതിന് നിങ്ങൾക്ക് തരണതോ നിങ്ങൾക്ക് റെസ്റ്റില്ലാത്ത നല്ല ഒരു ആത്മീയ അഭ്യാസം തരുന്നുണ്ട്. അത് വളരെ കർക്കശമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു പകുതി കർക്കശത്തോട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം നിങ്ങളുടെ ദൈവസ്നേഹത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദൈവസ്നേഹത്തെ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറക്കണമേ. ദൈവസ്നേഹത്താൽ എൻ്റെ ആത്മീയ ജീവിതത്തെ അങ്ങ് നിറക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത് നമ്മൾ പറഞ്ഞു. ഉടമ്പടിയുടെ പാപം എന്ന് പറയണത് ദൈവം അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ്. ഇപ്പം നമ്മൾ വീണുപോയ ആൾക്കാരുടെ എല്ലാവരുടെയും വീഴ്ചയുടെ കാരണങ്ങൾ അന്വേഷിച്ചാൽ ഹൗവ വീണുപോയത് എന്താണ്? അല്ലെങ്കിൽ ആദം വീണുപോയത് എന്തുകൊണ്ടാണ്? അവൻ പറയണത് പോലെ ചെയ്യാത്തത് കൊണ്ടാണ്. വ്യക്തമല്ലേ? അവിടെയൊക്കെ വീഴ്ചയ്ക്ക് കാരണം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ്. വളർച്ചയ്ക്ക് കാരണം എന്താ? അവൻ പറയണത് പോലെ ചെയ്യണതാണ്. ഉറപ്പല്ലേ? ഇതുപോലെ തന്നെയാണ് ഇപ്പോഴ് കായേൻ്റെ വീഴ്ചയ്ക്ക് എന്താ കാരണം? ഉചിതമായി ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ? ഉചിതമായത് അവിടെ ഉടമ്പടിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഉചിതമെന്നാണ്. അതായത് ഉടമ്പടി പ്രകാരം ചെയ്ത്, അതായത് അവൻ പറയണ പോലെ ചെയ്താലെന്നതിൻ്റെ അർത്ഥം. ഉചിതമായി ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ? അതായത് ദൈവം പറയണ പോലെ ചെയ്താൽ നിൻ്റെ ബലിയും സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ചോദിക്കണത്. ഇതിനൊക്കെ വരണത് ഈ വിഷയം നമുക്കൊന്നും അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ കുറിച്ച് നമുക്ക് നല്ല ശരിക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ അപകടം മുഴുവനും. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് വന്ന് പറയാതിരുന്നെങ്കിലേ നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾക്ക് ഒഴിവ് കഴിവുണ്ടായിരുന്നേനും. പറഞ്ഞത് കാരണം ഒഴിവ് കഴിവില്ല. ഈ വചനം കേൾക്കുകയും ഓരോ കാലത്തും വചനം അറിയുകയും കേൾക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്പേസ് കുറഞ്ഞ് വരുന്നു എന്നാണ്. രക്ഷപ്പെടാനുള്ള സ്പേസ് കുറഞ്ഞ് വരും. ഭയങ്കര അപകടം പിടിച്ചൊരു പരിപാടിയാണ് ഇല്ലേ? ഇപ്പം നമ്മുടെ ശ്വാസം എടുക്കാനുള്ള സ്പേസ് കോവിഡൊക്കെ ചെന്ന് തറക്കണത് എവിടെയാണ്? ശ്വാസം എടുക്കാനുള്ള സ്പേസ് കുറഞ്ഞ് വരും. പിന്നെ തീരുമ്പോൾ നമ്മൾ പുറത്ത് ശ്വാസകോശം ഫിറ്റ് ചെയ്യും, വെൻറ്റിലേറ്റർ അല്ലേ? സ്പേസ് കുറയണതാണ്. ഇതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ വെൻറ്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സ്പേസ് വചനം കേട്ട് വരുന്തോറും സ്പേസ് കുറഞ്ഞു വരും. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് പറഞ്ഞ ഈശോ തന്നെയാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടായേനം, ഒഴിവ് കഴിവുണ്ടായേനം, തെന്നി മാറാനും രക്ഷപ്പെടാനുമൊക്കെ ഒഴിവ് കഴിവുണ്ടായേനം. നിങ്ങളുടെ സ്പേസ് ഞാൻ കുറയ്ക്കുകയാണ്. എങ്ങനെ കുറക്കുന്നു? വീണ്ടും വചനം പറഞ്ഞ്. ഇപ്പം എനിക്കൊക്കെ സ്പേസ് ഇല്ലെന്ന് വേണേൽ പറയാം. കാര്യം എന്താ? ഞാൻ വചനം പഠിപ്പിക്കുകയും ചെയ്യുന്നയാളാണ്. എല്ലാം എനിക്ക് ഒരുവിധം അറിയാം വിഷയങ്ങൾ. അപ്പോൾ എനിക്ക് സ്പേസ് ഇല്ല. എനിക്ക് അല്പം തെറ്റിയാൽ ഉടനെ വെൻറ്റിലേറ്റർ കൊണ്ടുവന്ന് വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആരും ധരിക്കരുത് വചനം കേൾക്കുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണെന്ന് കേൾക്കരുത്. അത് ആർക്കാണ്? അത് അനുവർത്തിക്കാൻ സാധ്യതയുള്ളവർക്ക് മാത്രമാണ് ദൈവാനുഗ്രഹം. അല്ലാത്തവർക്കെല്ലാം വചനം കേൾക്കുന്നത് ശാപമാണ്. എന്താ കാര്യം? ഞാൻ നിങ്ങളോട് പറയാതിരുന്നെങ്കിൽ നിങ്ങളുടെ പാപത്തിന് ഒഴിവ് കഴിവുണ്ടായേനം.
പറഞ്ഞത് കാരണം ഒഴിവ് കഴിവില്ല, സ്പേസ് ഇല്ല. അപ്പോൾ ഓരോ വചനം കേൾക്കുമ്പോഴും നമ്മുടെ സ്പേസ് കുറഞ്ഞു വരികയാണെന്ന് ഓർക്കണം. അപ്പം നിങ്ങളോർക്കും അങ്ങനെ പിന്നെ വചനം കേൾക്കാതിരിക്കണതല്ലേ നല്ലത്? ശരിയാണ്, തീർച്ചയായിട്ടും കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ദൈവം അങ്ങനെ ഒരാളെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ ആ വിഷയത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കും. എന്താ പറയണത്? അവർ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, അങ്ങനെ മാനസാന്തരപ്പെടുക, ഞാനവരെ സംരക്ഷിക്കുക അസാധ്യം. എന്താണ്? ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. അതാണ് സംഭവം. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ പണി കുറഞ്ഞിരിക്കും. ഒരാത്മാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് വേറെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഓപ്ഷൻ ഇല്ലാതെ മാറുകയാണ്. എന്താണ്? നമുക്ക് കേൾക്കാണ്ടിരിക്കാനും പറ്റത്തില്ല, കേട്ടാൽ അത് അനുവർത്തിക്കാതിരിക്കാനും പറ്റത്തില്ല. രണ്ടും, കേൾക്കാതിരിക്കണതും അനുവർത്തിക്കാതിരിക്കണതും ഒരേ ഫലമാണ് തരണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനത്തിന്റെ ജീവിതത്തിലുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ ബോധ്യം നൽകുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-5 വാക്യത്തിലെ ഒരു കൊലപാതകിയുടെ നെറ്റിയിൽ ദൈവം അടയാളമിടുന്നുണ്ട്. ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. കായേൻ്റെ നെറ്റിയിൽ ദൈവം ഒരു അടയാളമിടും. കാര്യം കായന പറയണത്, ഞാൻ പാപം ചെയ്ത കാരണം എൻ്റെ പ്രൊട്ടക്ഷൻ പോയി, അത് കാരണം ഏത് സമയത്തും ഞാൻ ആക്രമിക്കപ്പെടാം, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ദൈവം അവൻ ഏദോനിലേക്ക് പോകാൻ നേരത്ത് കിഴക്ക് പോയി താമസിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധി വിട്ടു പോകുമ്പോൾ അവനൊരു അടയാളം ഇട്ടിട്ടാണ് വിടുന്നത്. സന്നിധി ദൈവത്തിൻ്റെത് വിട്ടുപോയാലും ഒരടയാളം ഇട്ടിട്ട് വിടും. എന്താണ്? ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള അടയാളം. ആർക്കാണ് കൊടുക്കണത്? കായേന്. എന്തിനാണ് കൊടുക്കണത്? സംരക്ഷിക്കപ്പെടാൻ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ് അതിൻ്റെ സോഴ്സ്? എന്താണ്? കരുണയാണ്. അപ്പോഴേ ഒരു 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 പാപം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുണയെ ദൂർത്തടിക്കുന്നതാണ് പാപം. കായൻ്റെ ഇപ്പം ഇതൊക്കെ 5 ഉൽപ്പത്തി പുസ്തകം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവൻ്റെ കൊലപാതകയായിട്ട് മാറുകയാണ്. ആബേലിനെ കൊന്നു. അവൻ പറയണ പോലെ ചെയ്യാഞ്ഞത് കൊണ്ടാണ് കായൻ പാപിയായി മാറുന്നത്. അനുചിതമായി, ഉടമ്പടി പ്രകാരമല്ല, ഉചിതമായി ചെയ്തിരുന്നെങ്കിൽ നിൻ്റെ ബലി സ്വീകരിക്കപ്പെടത്തില്ലേ എന്ന് ചോദിച്ചാൽ, ഉടമ്പടി പ്രകാരമാണ് നീ ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് സ്വീകാര്യത കിട്ടത്തില്ലേ എന്ന് ചോദിച്ചിട്ട്, പക്ഷേ അവൻ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ അവൻ ദൈവത്തോട് കരുണ, എനിക്ക് ഓരോടും ഇല്ലാണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പോഴേ, എല്ലാവരും എന്നെ കൊല്ലാൻ വരണമല്ലോ എന്ന് പറഞ്ഞപ്പോഴേ ദൈവം കൈ നീട്ടി അവൻ്റെ നെറ്റിയിലൊരു അടയാളമിട്ട്, ആരും നിന്നെ കൊല്ലത്തില്ല എന്ന് പറയും. ഇത് ഒരു കരുതി വെച്ച കരുണയാണ്. കാലം കരുതി വെച്ച എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഭാഷയിലൊക്കെ ആൾക്കാർ പറയത്തില്ലേ, കാലം കരുതി വെച്ച കാവ്യനീതി എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. ഇതുപോലെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം കരുണയുടെ ഒരു സാഗരം കരുതി വെച്ചു. കാര്യം ഇത് കൈവിട്ട കളിയാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. മനുഷ്യൻ എത്ര നല്ലവനെന്നറിയപ്പെട്ടാലും ഒരു നിമിഷം എല്ലാം മറന്ന് ദൈവത്തിനെതിരെ തിരിയും. ഇത് വലിയൊരു സംഭവമാണ്. പക്ഷെ ഇതൊരു ഈ വിത്തിനിട്ട നമ്മൾ വിത്തിനിട്ട നെല്ല് നമ്മളെടുത്ത് പുഴുകി തിന്നാനുള്ള അവസ്ഥ എന്തായിരിക്കും? അത്രയും പാപ്പരാകുമ്പോഴാണ് അടുത്ത കൊല്ലത്തെ കൃഷിക്കുള്ള നെല്ലാണ്, വിത്താണ് നമ്മളെടുത്ത് അരി വെക്കണമെന്നുണ്ടെങ്കിൽ
ഇതുപോലെ ലോകസ്ഥാപനത്തിന് മുമ്പ് നമുക്ക് വേണ്ടി കരുതി വെച്ച കരുണയുണ്ട്. കാര്യം മനുഷ്യൻ ദൈവത്തിന് സ്നേഹം കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാതെ ചെയ്തിട്ടുള്ള ഒരു വലിയ സൃഷ്ടിയാണ് ഈ മനുഷ്യൻ. അവൻ തെറ്റിപ്പോകുന്ന ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ നിങ്ങൾ മനുഷ്യൻ പാപം ചെയ്യുന്ന ദൈവത്തിന് അറിയാൻ പാടില്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അറിയാമായിരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവന് കൽപ്പന കൊടുത്താൽ തീർച്ചയായിട്ടും അവനത് ലംഘിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ദൈവത്തിന് ഈ മുന്നറിവുണ്ട്. അപ്പം പിന്നെ എന്താണൊരു മാർഗം? അതിനുവേണ്ടി ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അവൻ്റെ കയ്യിരിപ്പ് കാരണം അവൻ നശിക്കണത് കണ്ടാൽ അതങ്ങനെ നശിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു റിസർവർ ചെയ്യും. എന്താണ്? ഒരു കരുതൽ വെക്കും, കരുണയുടെ കരുതൽ. ഈ കരുണയുടെ കരുതലാണ് കായൻ്റെ നെറ്റിയിൽ അടയാളമായിട്ട് മാറണത്. അല്ലെങ്കിൽ കൊലപാതകയ്ക്ക് കാരുണ്യം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു ഇവൻ തെറ്റിപ്പോകും. അവൻ്റെ തന്നെ കഴിവ് കൊണ്ടോ അവൻ്റെ തന്നെ മെരിറ്റ് കൊണ്ടോ കരകയറി വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവൻ വീണു പോകും. അപ്പോഴാണ് ഈ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്കൗട്ട് ചെയ്യണത്. ഇത് അനാദികാലം മുതലുള്ള ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ എടുത്തിട്ടുള്ള ഒരു ഫോർമുലയാണ്, പുതിയതല്ലത്. എഫേസ്യസ് 4:8 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും പുതിയതാണെന്ന്. അത് ലോകസ്ഥാപനത്തിന് മുമ്പ് നിഗൂഢമായിരുന്നതെല്ലാം ഉള്ള വെളിപ്പെടുത്തലാണത്. എന്താണ്? ദൈവം ഒരു റിസർവെയറിൽ കരുതി വെച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കണത്. കാര്യം അവൻ തെറ്റിപ്പോകുന്നറിയാം. അങ്ങനെ തെറ്റി അവൻ പറയണ പോലെ ചെയ്യാതെ ആദം മരിച്ചു, ഹവ്വ മരിച്ചു, അവരുടെ മക്കളായ കായനും കൊലപാതകം ചെയ്തു. പിന്നെ എന്തു ചെയ്യും? അവരുടെ തന്നെ കഴിവ് കൊണ്ട് അവർക്ക് കരകയറി വരാൻ പറ്റത്തില്ല, നോട്ട് ബൈ മെരിറ്റ്. പിന്നെ എന്തു ചെയ്യും? ബട്ട് ബൈ ഗ്രേസ്. താൻ കരുതി വെച്ച കരുണ ഒരടയാളമായി ഇവൻ്റെ നെറ്റിയിലേക്ക് ദൈവം ചാർത്തും. ഈ കൊലപാതകയുടെ ഹീസ് നോട്ട് ഡിസർവിങ് ഇറ്റ്. അതായത് ഹീസ് നോട്ട് ഡിസർവിങ് ഇറ്റ്, അവന് അവകാശമില്ല. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ആർദ്രമായ അനുകമ്പയുടെ കരുണയുടെ ഭാഗമാണ്. ഇതിലാണിത് വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ വിത്തിനിട്ടിരിക്കുന്ന നെല്ലെടുത്ത് പുഴുങ്ങത്തിനത് അത്ര ശരിയല്ല. അതായത് നമ്മുടെ മെരിറ്റുകൾ നഷ്ടപ്പെടുകയും ദൈവത്തിൻ്റെ ഗ്രേസിന് മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? വിത്തിനിട്ടിരിക്കുന്ന നെല്ലെടുത്ത് പുഴുങ്ങി തിന്നുകയാണ്. അറും പട്ടിണിയാണ് പിന്നെ വരണത്. അറും പട്ടിണിയുടെ കാലമാണ് വരണത്. ഈ ദൈവത്തിൻ്റെ കരുണ അനാദി കാലം മുതൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ അവൻ പറയണ പോലെ ചെയ്യാതെ വീണ്ടും പോകുമെന്നും അവൻ്റെ കരുണ അവൻ്റെ കൃപ കൊണ്ട് അവൻ്റെ കഴിവ് മെരിറ്റ് കൊണ്ട് തിരിച്ചു വരാൻ കഴിയുകയില്ല എന്നും പറഞ്ഞത് കൊണ്ടാണ്, എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം കരുണ കരുതി വച്ചിരിക്കുന്നത്. സൃഷ്ടിക്ക് മുമ്പേ, ലോകസ്ഥാപനം മുമ്പേ. ഈ കരുണയാണ് കാലാന്തരത്തിൽ യേശുക്രിസ്തുവായിട്ട് അവതാരം ചെയ്യുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. എഫേസ്യൻസ് 2:8 പ്രാർത്ഥിക്കുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഈ ദൈവകരുണ പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ക്രിസ്തുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു കരുണയുടെ ദൈവത്തിൻ്റെ മുഖമാണ്. കരുണയുടെ കാലത്ത് മാർപ്പാപ്പ അതാ പറഞ്ഞത്, ക്രിസ്തു ദൈവത്തിൻ്റെ കരുണയുടെ മുഖം. ഞാനിപ്പോൾ ജസ്റ്റ് ഓർത്തുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതായിരിക്കും ചിലപ്പോൾ പാപ്പ ഉദ്ദേശിച്ചിട്ടുള്ളത്. അനാദികാലം മുതലുള്ള ദൈവത്തിൻ്റെ നീക്കിയിരിപ്പ് കരുണ. അതർഹതയില്ലാത്തവർക്ക്, അവരുടെ യോഗ്യതയില്ലാത്തവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ നിന്നാണ് രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ പൗലോസ് പറയും, രക്ഷ ഒന്നും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല എന്ന് പറയണത്. വെറുതെ അല്ല പൗലോസ് പറയണത്. രക്ഷയൊന്നും
നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല. എന്താ കാര്യം? അനന്തമായ അനാദികാലം വരെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് അബദ്ധം സംഭവിക്കുമെന്ന് വിചാരിച്ച് അവന് വേണ്ടി സൂക്ഷിക്കപ്പെട്ട കരുണയുടെ ഫലമാണ് രക്ഷ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു കരുണയുടെ ദൈവമുഖമായി മനുഷ്യരാശിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവകരുണ നമുക്ക് ലഭിക്കും. വിശ്വസിക്കുന്ന അനുസരിച്ച് കൊണ്ടാണ്. അതാണ് വിശ്വാസം വഴി രക്ഷയെന്ന് പൗലോസ് പറയണത്. അപ്പോൾ പക്ഷേ യാക്കോബ് ശ്ലീഹ പറയും, വിശ്വാസം വഴി രക്ഷയെന്ന് പറയണത് വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി കൊണ്ടാണെന്ന് പറയും. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് ഈ പ്രവൃത്തിയിലാണ്, വിശ്വാസം കൊണ്ട് മാത്രമല്ല. ഉടമ്പടി വളരെ പ്രൊഫൗണ്ടാകുന്നതിൻ്റെ കാരണം ഈ അനന്തമായ ദൈവകരുണ ദൈവം നൽകാൻ തയ്യാറാണെങ്കിലും അതിൽ നമുക്ക് പ്രൊഫിഷ്യൻസി ആൻഡ് ഡെപ്ത്ത് നമ്മൾ നേടിയെടുക്കുന്നത് പ്രവൃത്തി മൂലമാണ്. അവൻ പറയണ പോലെ ചെയ്താണ്. ഈ ദൈവകരുണയും ദൈവകരുണയെ ആർജിക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറയുന്നത്. ഇതെന്ന് പറയണത് സം ടോട്ടൽ ക്രിസ്തു തന്നെയാണ്. ഉടമ്പടിയിൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ വാട്ട് വി ഗോട്ട് ദ നെയിം ഓഫ് ജീസസ്, കർത്താവിനെ തന്നെയാണ് ലഭിക്കണത്. അവൻ നിധിയാണെന്നാ പറയണത്. അവൻ നിധിയാണ്. സെൻറ്റ് മാത്യുവിലേക്ക് വരുമ്പോൾ പറയും, ഈ ദൈവകരുണ ഇസ് എ ട്രഷർ, a treasure of heaven. എന്താണ് ദൈവകരുണ? അതൊരു ട്രഷറാണ് എന്ന് വെച്ചാൽ പിന്നെ ട്രഷറിനെ കുറിച്ച് പറയും. എന്താണ് ദൈവകരുണ? ഒരു നിധിയാണെന്ന് പറയും. ഈ ദൈവകരുണ നിധിയാണെന്ന് പറയുമ്പോൾ, ആ ദൈവകരുണയെ യേശു ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ, ഈ ക്രിസ്തു ഒരു നിധിയാണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രവർത്തികൾ വരികയാണ്. വിശ്വാസം കേവലം വിശ്വാസത്താലല്ല, പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള യാക്കോബിൻ്റെ പഠനങ്ങളെ ആദിമസഭ ശരിക്കും അതുപോലെ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. എന്താ പറയണത്? ക്രിസ്തു ഇസ് എ ട്രഷർ. ഇനി ഈ ട്രഷറെ കണ്ടെത്തുകയാണ് നമ്മൾ വിശ്വാസത്താൽ. ട്രഷറെ കണ്ടെത്തിയത് നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല. ഈ ഗോ ആൻഡ് സെൽ, അവിടെയാണ് പ്രവൃത്തി വരണത്. യു ഗോട്ട് ദ പോയിന്റ്? ഇത് മനസ്സിലായോ? നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ക്രിസ്തുവാണ് നിധി, നിധി ഞാൻ കണ്ടെത്തി, ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ ട്രഷർ. ട്രഷർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് മത്തായി പറയണത്? 13:14 എന്താ പറയണത്? നിങ്ങൾ ആ ട്രഷർ കണ്ടെത്തിയാൽ. ശ്രുതികടെ ഹല്ലേലൂയ. ഇനി ഈ ട്രഷർ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യണത്? അവിടെ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടത്തില്ല. എന്താണ്? വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കുന്നത്. ട്രഷർ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ട്രഷറാണെന്ന് മനസ്സിലാക്കി, പക്ഷെ നമുക്കത് പ്രയോജനം ചെയ്യണില്ല. ആ വിശ്വാസം, ഈ വിശ്വാസം നമുക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അതാണ് സംഭവം. വെറുതെ ട്രഷർ കണ്ടെന്ന് പറഞ്ഞ് കൈ കണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പ്രവൃത്തിയുണ്ട് അവിടെ. ഈ ട്രഷർ കൈക്കലാക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രവൃത്തി വരുന്നുണ്ട്. എന്തെല്ലാം പ്രവൃത്തികളാണ് വരണത്? നിസ്സാര പ്രവൃത്തികളൊന്നുമല്ല. നിസ്സാരമായ ചപ്പടി വിദ്യ കാണിച്ചാൽ ഈ ട്രഷർ കിട്ടത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വരണത്. ഈ വിശ്വാസം പ്രവൃത്തികൾ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് പ്രവൃത്തികൾ ചെയ്ത് കാട്ടിക്കൂട്ടിയാൽ തീർച്ചയായിട്ടും ഈ ട്രഷർ നമുക്ക് സ്വന്തമാകത്തില്ല. ഇവിടെ എന്താ പ്രശ്നം പറഞ്ഞിരിക്കണത്? 13:44 ദൈവരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. തനിക്കുള്ളതെല്ലാം വിൽക്കുക.
തനിക്ക് ഉള്ളതെന്ന് തോന്നണമില്ല. തൻ്റെ ഉണ്മയുടെ ഭാഗങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഞാൻ മുമ്പ് പറഞ്ഞ മനോഭാവങ്ങളുണ്ടാകും, വിൽക്കേണ്ടി വരും. അഭിരുചികളുണ്ടാകും, വിൽക്കേണ്ടി വരും. വ്യർത്ഥാഭിമാനം ഉണ്ടാകും, വിൽക്കേണ്ടി വരും. മത്സരബോധം ഉണ്ടാകും, വിൽക്കേണ്ടി വരും. ഇങ്ങനെ പലതരത്തിലുള്ള, അതുകൊണ്ടാണ് ഈ ദൈവരാജ്യം പറയുമ്പോൾ വ്യർത്ഥാഭിമാനവും മത്സരവും ഉള്ളവരെ ദൈവരാജ്യം അവകാശപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴേ അത് വിൽക്കേണ്ടതാണെന്ന സൂചനയാണ് വരണത്. അതുകൊണ്ടാണ് സ്വർഗരാജ്യം വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിക്ക് തുല്യമെന്ന് പറയണത്. ദൈവരാജ്യത്തിൻ്റെ അത് സ്വീകരിക്കുന്നവരെ കുറേ കാര്യങ്ങൾ വ്യർത്ഥുപേക്ഷിക്കുകയോ വിൽക്കുകയോ ചെയ്യണം. അങ്ങനെയാണ് ഈ നിധി സ്വന്തമാക്കുന്നത്. ഈ നിധി യേശു ക്രിസ്തു ഒരു മനുഷ്യൻ ഈ ജീവിതകാലത്ത് സ്വന്തമാക്കേണ്ട ഒരു നിധിയാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നാൽ ആ വില കൊടുക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു ടൈമാണ് നമുക്ക് ഈ ജീവിതത്തിൽ തരണത്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ബൈബിള് ശരിക്കും പറഞ്ഞ ചാപിള്ളകളെയൊന്നും അത്രയ്ക്ക് അംഗീകരിക്കണില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ചാപിള്ളയായാൽ മതിയായിരുന്നു, ചാപിള്ളയായിപ്പോയി, ശപിക്കപ്പെട്ട ജന്മമെന്നുള്ള രീതിയിലാണ് ചാപിള്ളകളെക്കുറിച്ച് ബൈബിൾ പറയണത്. തന്നെയല്ല, അതായത് നമുക്ക് നല്ല ജീവിക്കാൻ ഒരു സമയം ഇവിടെ കിട്ടാത്തതും ബൈബിള് മോശമായിട്ടാണ് സംസാരിക്കണത്. ഇപ്പോൾ നമ്മൾ 10 വയസ്സുള്ള ആൾക്കാർ മരിച്ചു, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ പറയും പിള്ളേരല്ലേ, അത് മാലാഖ കുഞ്ഞുങ്ങളാണെന്നൊക്കെ ചെയ്യും. മാലാഖ കുഞ്ഞുങ്ങളാണ്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ഈസ് ഗ്രേസ്. കാര്യം എന്താണ്? ഇവന് നൽകപ്പെട്ടിരിക്കുന്ന സമയത്തിലാണ് ഈ ക്രിസ്തുവിനെ ഇവൻ തൻ്റെ പ്രിയപ്പെട്ടതായിട്ട് തോന്നണ എല്ലാം കൊടുത്ത് വാങ്ങിച്ച്, ക്രിസ്തുവിനെ വാങ്ങിച്ചാണ് ഈ നിധി നമ്മൾ സ്വന്തമാക്കുന്നത്. ഈ നിധി വാങ്ങിച്ച് സ്വന്തമാക്കാനുള്ള അനുഭവമോ സമയമോ നമുക്ക് കിട്ടാതെ നമ്മൾ 5 വയസ്സിലോ 10 വയസ്സിലോ ഒക്കെ മരിച്ചാൽ ഈ നിധി വാങ്ങിച്ച് സ്വന്തമാക്കിയ വ്യക്തിക്കൊപ്പം ആ വ്യക്തി കൃപ നേടാനുള്ള സമയമില്ല ആ വ്യക്തിക്ക്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താ ഇങ്ങനെ പറയണമെന്ന്. എന്ന് വെച്ചാൽ കൃപയുടെ പുനരുത്ഥാനത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ട് എന്താണ് 2 കൊരിന്ത്യർ 15:41 പൗലോസ് പറയണത്? എന്താ പറയണത്? ആകാശത്ത് ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, പക്ഷേ കാര്യമില്ല. ആകാശത്ത് സൂര്യനുണ്ട്. പുനരുദ്ധാനത്തിന് ശേഷവും ആത്മാക്കൾ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും? ആകാശത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. നക്ഷത്രങ്ങൾക്ക് തമ്മിലും കൃപയ്ക്ക് പ്രകാശത്തിന് വ്യത്യാസമുണ്ട്. അതാണ് പ്രശ്നം. ഇതാണ് കറക്റ്റ് കാറ്റഗിസം എന്ന് പറയണത്. ഇത് പറയാതെ അവസാനമുള്ള 4-5 പെണ്ണിനെയും കെട്ടി 2 ഡൈവേഴ്സും നടത്തി 10 പേർക്കെതിരെ കേസും കൊടുത്ത് 4-5 ബാറും നടത്തി എല്ലാം നടത്തിയിട്ട് അവസാനം ഈ കാശ് എടുത്ത് 2-3 പള്ളിയും വെച്ച് കൊടുത്ത് മെത്രാനത്തിന് അരമനയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സോപ്പിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കത്തില്ലെന്നായി പറഞ്ഞൊരു കാര്യം. ഒരു കഥയുമില്ല ഈ കാര്യത്തിൽ. ഇതൊക്കെ നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ ദൈവത്തിന് നീ വിലക്ക് വാങ്ങിക്കാൻ വേണ്ടി നിൻ്റെ സമ്പത്ത് ഉപയോഗിച്ചെന്നതിൻ്റെ അർത്ഥം. ഇതൊന്നും നടക്കത്തില്ല. കാര്യം എന്താണ്? അവനവൻ ആർജിച്ച കൃപയ്ക്ക് അനപേക്ഷണമായിരിക്കും അവൻ്റെ മഹത്വം എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് പൗലോസ് പറയണത് സൂര്യനുണ്ട്. എന്നിട്ട് പൗലോസ് പിന്നെയും പറയും, അതായത് എന്താ പറയണത്? സൂര്യൻ്റെ പ്രകാശം പോലെയല്ല ചന്ദ്രൻ്റെ പ്രകാശം. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ട് പറയും ചന്ദ്രൻ്റെ പ്രകാശം പോലെയല്ല നക്ഷത്രങ്ങളുടെ പ്രകാശം. ആകാശത്ത് വേറെയും നക്ഷത്രങ്ങളുണ്ട്, എല്ലാത്തിനും ഒരേ പ്രകാശമല്ല. അവരവർ ആർജിക്കുന്ന കൃപയ്ക്ക്, ദാറ്റ് മീൻസ് അവരവരാർജിക്കുന്ന കൃപയ്ക്ക്, ക്രിസ്തുവിനെ അവർ വിലക്ക് വാങ്ങുന്ന ഈ സ്വർഗത്തിന് നിധിയായ എന്തുമാത്രം ക്രിസ്തുവിനെ നീ സ്വീകരിക്കാൻ കഴിഞ്ഞു, അതനുസരിച്ചാണ് നീ കൃപയുടെ സൂര്യനോ കൃപയുടെ ചന്ദ്രനോ കൃപയുടെ നക്ഷത്രങ്ങളോ കരിക്കട്ടയായി മാറണത് എന്ന് ലോകത്തോട് സത്യം പറയുന്ന പുസ്തകമാണിത്. ശ്രുതികട ഹല്ലേലൂയ. ജീവിത സാഹചര്യങ്ങളിലെല്ലാം
മത്സരമോ വ്യർത്ഥ അഭിമാനം കൊണ്ട് ദൈവരാജ്യം അവകാശപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അവകാശപ്പെടുത്തത്തില്ല എന്ന അർത്ഥം. ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ സംസാരിക്കണമെന്നറിയാവോ? ഈ ദൈവകരുണയുടെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ലോകത്തെ നശിപ്പിക്കപ്പെടുന്നൊരു കാലമാണിത്. ഇപ്പം ജർമ്മൻ സഭയിൽ ഗേ സെക്സ് ബ്ലസ് ചെയ്തിരിക്കുകയാണ്. ആര്? മെത്രാന്മാർ. ഞാനൊരിക്കലും കരുതണില്ല അവർക്ക് രഹസ്യമായ പിന്തുണ എവിടുന്ന് കിട്ടിയിട്ടല്ല ഇത് ചെയ്യണതെന്ന്. ദാറ്റ് ഇസ് റോങ്. ഞാൻ ഈ അഭിസംബോധനകൾ എന്നും കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. ജർമ്മൻ മെത്രാന്മാർ ദൈവകരുണയുടെ മുഖം മൂടി അണിഞ്ഞിട്ടാണ് ചില ആൾക്കാർ പ്രകൃതി വിരുദ്ധരെ വിവാഹം കഴിപ്പിച്ച് വിടുന്നത്. ഈ ദൈവകരുണ എന്നുള്ളൊരു വലിയ സംഭവമാക്കി എടുത്തതിന് ശേഷം ആ ദൈവകരുണയുടെ മറവിൽ മാരക പാപങ്ങൾ ചെയ്യുന്ന ഒരു സഭ ഈ ലോകത്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാത്താൻ എത്രയോ ശക്തമായ രീതിയിൽ പ്രവർത്തനക്ഷമനാണെന്നൊക്കെ മനസ്സിലാക്കണം. ഇനി ഇത് അങ്ങോട്ട് കൃത്യമായ രീതിയിൽ ഇത് ശാസിക്കേണ്ട സ്ഥലത്ത് നിന്ന് ശാസിച്ച് ആ മെത്രാന്മാരെ തീർച്ചയായിട്ടും സഭയുടെ പുറത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രശ്നമാണ്. കാര്യം അമേരിക്കയിൽ ഈ സാധനം ഉണ്ട്. അപ്പോൾ അമേരിക്കയിലും കുറേ മെത്രാന്മാരെ നമ്മൾ തീർച്ചയായിട്ടും സഭയിൽ സസ്പെൻഷനിലേക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ സഭ പിളരും. ഇതൊരു നിസ്സാരമായിട്ട് എൻ്റെ മക്കൾ കരുതരുത്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. വലിയ മഹാമാരിയാണ് നമ്മളെ ബാധിക്കാൻ പോണത്. കോവിഡ് ഇതിൻ്റെ മുമ്പിൽ നിസ്സാരമാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇങ്ങനെ പല കോവിഡുകളെയും നമ്മൾ മനുഷ്യൻ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ആന്തരികമായി വന്നിട്ടുള്ള ഒരു നിലപാട് മാറ്റമാണിത്. ഇനി അംഗീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഗേ സെക്സിനെ അംഗീകരിക്കുന്നവർ ഇനി അവർക്ക് അംഗീകരിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അബോർഷൻ ഈസ് നോ സിൻ, പ്രീമാരിറ്റൽ സെക്സ് ഈസ് നോ സിൻ. അപ്പോൾ അബോർഷനെ പാപമായി കരുതാത്ത കാര്യം ഇന്നത്തെ അബോർഷൻ്റെ പ്രശ്നം പോലുമില്ല. ആണും കൂടി ജഡികമായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ അവിടെ അബോർഷൻ്റെ പ്രശ്നമില്ല. അപ്പം അബോർഷനെ അങ്ങനെയാണെങ്കിൽ നോ സിന്നായിട്ട് കാണേണ്ടി വരും. പ്രീമാരിറ്റൽ സെക്സിനെ നോ സിന്നായിട്ട് കാണേണ്ടി വരും. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ ചേർച്ച് ദാറ്റ് അഡ്മിറ്റ് അബോർഷൻ ആൻഡ് ഗേ സെക്സ്. മ്ലേച്ഛതകളുടെ അഥവാ സാത്താൻ പുണ്യമെന്ന് വിളിക്കുന്ന ഒരു പറ്റം മ്ലേച്ഛമായ ജീവിത രീതികളെ അംഗീകരിക്കുന്ന ഒരു സഭ ഇവിടെ ഉണ്ടാകും. സത്യസഭ അപ്പോഴിതിൽ നിന്ന് മാറി നിൽക്കുകയും അതിൻ്റെ സത്യവും വിശുദ്ധിയും പാരമ്പര്യവും സൂക്ഷിക്കുകയും ചെയ്യും. എന്തുമായിക്കോട്ടെ, നമ്മളുടെ കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ട ഒരു കാലമാണിത്. കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാകാതിരിക്കുക ഇത് നിസ്സാരമല്ല. ഒരു പക്ഷേ നമുക്ക് 1967-70 ശേഷം 30,000 വൈദികരെ സഭ വിട്ടുപോകാൻ തീരുമാനിച്ച ഒരു കാലമുണ്ട്. എന്തുകൊണ്ടാണ് പോൾ ദ സിക്സ്ത് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടേണ്ടതാണെന്ന് പറയാൻ കാര്യം, വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ പ്രഖ്യാപിക്കുകയോ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് സഭയുടെ ഈ വേദന മുഴുവൻ ഏറ്റെടുത്തൊരു മാർപ്പാപ്പയാണത്. വത്തിക്കാൻ സൂനോദോസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലോകത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ടപ്പോൾ അകത്ത് കയറിയ പൊടികൾ മുഴുവനും ശ്വസിച്ച് മരിക്കാനായി പോയ പാപ്പയാണ്. ഞാനതിനെ നിഷേധിക്കുകയില്ല. പ്രകാശം അകത്ത് കയറുമ്പോൾ തീർച്ചയായിട്ടും പുറത്തുള്ള പൊടികളും അകത്ത് കയറി കാണും. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ. ലോകത്തിലേക്ക് നമ്മൾ സഭയെ തുറന്നിടുമ്പോൾ പ്രകാശം അകത്ത് കയറും, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പൊടിയും അകത്ത് കയറും. ആ പൊടി മുഴുവൻ ശ്വസിച്ച ആളാണ് ഈ പോൾ ദ സിക്സ്ത്. എന്നിട്ട് ശ്വസിച്ച് ചുമച്ച് ശ്വാസം മുട്ടിയിട്ട് സഭയുടെ സത്യങ്ങളെ സാക്ഷ്യം വഹിച്ച മനുഷ്യനാണ് പോൾ ദ സിക്സ്ത്. കടിനിലെ മുണ്ടീനി വാഴ്ത്തപ്പെടാനാവട്ടെ എന്ന് ഇപ്പോൾ പറയാൻ തോന്നിപ്പോകുന്നു മനസ്സിലെ. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ പറയാനുള്ള ഒരു ആർജവത്വം പൊതുസഭയ്ക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കാര്യം ഈ തെറ്റുകളെല്ലാം വന്നിരിക്കുന്നത് കരുണ എന്ന് പറയുന്ന
ദൈവകരുണയെ ഹൈലൈറ്റ് ചെയ്യുകയും അതിൻ്റെ മറവിൽ മാരക പാപത്തിന് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത സാത്താൻ്റെ സുവിശേഷമാണ് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു വിഭാഗത്തിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗേ സെക്സ് ബ്ലസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റോമ 1:29 നോക്കുമ്പോഴേ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്നെങ്കിൽ റോമാലേഖനം ബൈബിളിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ച് സഭയെ ക്രമീകരിക്കണം. എന്താ റോമ 1:29 പറയണത്? എന്താ? സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്താണ് ഈ പങ്ക്തിയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് റെഫർ ചെയ്യാതെ, അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഈ കാലത്തിൽ ഉറങ്ങിക്കഴിയാൻ പറ്റത്തില്ല. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ചെയ്ത കാര്യങ്ങൾ, ബൈബിൾ വിശുദ്ധ വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്ന പോലെ വരും. ഇങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഭ പൂർണ്ണമായിട്ടും ഇങ്ങനെയുള്ള വഴിപിഴച്ച തിന്മയ്ക്ക് അടിപ്പെട്ടെന്നും വരും. നിങ്ങൾ നോക്കുക, റോമ 1:29 27 തൊട്ട് വായിക്കാം. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതാണ് റോമ 1:27. ഈ ലജ്ജാകര കൃത്യങ്ങളെയാണ് ഇപ്പോഴേ സാക്രമെൻ്റായിട്ട് ആശീർവദിച്ചെന്ന് കേൾക്കണത്. ആശീർവദിച്ചെന്ന് പറയുമ്പോൾ സാക്രമെൻ്റ് ആയിരിക്കുമല്ലോ, നിഷേധിക്കാൻ പറ്റുമോ? അതായത് വരപ്രസാദത്തിൻ്റെ വിഷയം ഇതിനകത്ത് വരും. എന്താണ് കാര്യം? അതായത് കാണപ്പെടാത്ത ദൈവവരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശിഹ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളം കൂദാശയാകുന്നു. ഇതിനെ ബ്ലെസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇനി അവർ സാക്രമെൻ്റലായിട്ടാണ് അത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല, പഠനങ്ങൾ കൂടുതൽ ആവശ്യമുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വരപ്രസാദം കിട്ടുമെന്നാണ് ചില ആൾക്കാർ ധരിക്കുന്നത്. ലജ്ജാകര കൃത്യങ്ങൾക്ക് വരപ്രസാദം കിട്ടുകയാണെങ്കിലേ സത്താം വർഷിപ്പിനും വരപ്രസാദം കിട്ടുമല്ലോ. കാര്യങ്ങൾ ഇവിടം കൊണ്ട് പിടിച്ചാൽ കിട്ടത്തില്ല ഈ സംഭവം. അതാണ് സംഭവം. അതായത് ലജ്ജാകര കൃത്യങ്ങളെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് ബൈബിള്. അതിന് വരപ്രസാദം കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ ആശീർവദിച്ചെന്നൊക്കെ പറയണത്. അങ്ങനെ പിന്നെ സത്താം വർഷിപ്പിനെയും ആശീർവദിക്കേണ്ടി വരും. ലോകത്തിലുള്ള എല്ലാ മ്ലേച്ഛ ലജ്ജാകര കൃത്യങ്ങളെ ആശീർവദിക്കേണ്ടി വരും. അപ്പം സംഭവം ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല. അടിയന്തരമായിട്ട് CBCI കൂടിക്കൊണ്ട്, KCBC ആദ്യം കൂടി, പിന്നെ CBCI കൂടിയിട്ട് സഭയുടെ വ്യക്തമായ നിലപാട് ഇന്ത്യൻ സഭയോട് പറയാൻ ഇന്ത്യയിലെ മെത്രാന്മാർ ബാധ്യസ്ഥരാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 28 റോമ 1:28 ദൈവത്തെ എന്തുകൊണ്ടാണ് ഇത് അനുചിതമായി മാറണമെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അതാണ് സംഭവം. അവരവരെ വിട്ടുകൊടുത്തതല്ല, ദൈവത്തെ അംഗീകരിക്കണം. അതായത് ഇതെല്ലാം ഞാൻ എന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ പറയണത് പോലെ ചെയ്യാവുന്നതാണ് നമ്മൾ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത്. അത് അനാദികാലം മുതൽ ഹവ്വ വീഴാനും ആദം വീഴാനും കയൻ വീഴാനും കാരണം അവൻ പറയണ പോലെ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ് ഉടമ്പടിയുടെ പാപമെങ്കിൽ അതിനെക്കുറിച്ചാണ് റോമ 1:28 പറയണത്. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയ നിമിത്തം. ദാറ്റ് മീൻസ് അവൻ പറയണത് പോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം. ക്ലിയർ അല്ലേ? ഇത് ഉടമ്പടിയോടെ കണക്റ്റഡാണ് ഈ വചനം. എന്താ പറയണത്? റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം. അതായത് അവൻ പറയണത് പോലെ ചെയ്യുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം. എന്ത് സംഭവിച്ചു? അധമവികാരങ്ങൾക്കും
അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അതുകൊണ്ട് റോമ 1:29 അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും. വലിയ ബുദ്ധിയുള്ളവരെയാണ് ദൈവം ഇവിടെ ബുദ്ധിഹീനരെന്ന് വിളിക്കുന്നത്. ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ്. അവ ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ഗേ മാരേജ് നമ്മൾ അംഗീകരിക്കാത്തതിൻ്റെ കാരണം. അംഗീകരിച്ചാലും അത് ചെയ്യുന്നവരുടെ അതേ പാപം തന്നെയാണ് നമുക്കുള്ളത്. ഗേ സെക്സ് ചെയ്യുന്ന ആൾക്കാരുടെ അതേ പാപം തന്നെയാണ് അതിനെ അംഗീകരിക്കുന്നവർക്കും ഉള്ളത്. ദാറ്റ് ഈസ് അഗൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ ഗോസ്പൽ ആൻഡ് ദിസ് ഇസ് സിൻ. ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ പാപമാണ് അവൻ പറയണ പോലെ ചെയ്യാത്തത്. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഓൺലൈനിലുള്ളവരെല്ലാവരും എഴുന്നേൽക്കുക. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവിടെ കരുണാദ്രമായ കരങ്ങളാൽ നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സമയമാണ്. കർത്താവേ, ഇന്നുവരെ കൃപാസനത്തിൽ കടന്നു വന്ന് ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായ ജീവിത സമ്മർദ്ദം കൊണ്ട് ഉടമ്പടി വിട്ടുപോയവരെയും സമർപ്പിക്കുന്നു. അവരെല്ലാം പ്രത്യക്ഷ പ്രാർത്ഥന മനസ്സാപ്രകടനം ചൊല്ലിക്കൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി പഴയ പതുക്കെ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം കോവിഡ് രോഗികൾ ശ്വാസം കിട്ടാതെ ഓക്സിജൻ പോലും ഇല്ലാതെ ഈ രാജ്യത്ത് മരണത്തോടും മല്ലടിക്കുന്നുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ കാണുമ്പോഴേ ഭരണത്തിലിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്നുള്ള വ്യവസ്ഥിതിയിൽ ഭരണഘടനയത്തോട് സത്യം പ്രതിജ്ഞ ചെയ്തവരെ അവർ ഈ വിഷയത്തിൽ നിസ്സഹായരെ പകച്ചു നിൽക്കുന്ന കർത്താവേ. കാര്യം മനുഷ്യൻ്റെ കഴിവിനും അപ്പുറത്താണ് കോവിഡിൻ്റെ ആക്രമണങ്ങളും സംസ്കാര താണ്ഡവും. കർത്താവേ, ഞങ്ങൾ നിസ്സഹായരായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കഴിവല്ല കർത്താവ്, നിന്റെ കൃപ കൊണ്ട് ലോകത്തെ കോവിഡ് വിമുക്തമാക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. മോചിപ്പിച്ച് സൗഖ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ധൈര്യപൂർവം നമ്മൾ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് വിശ്വാസം നൽകുന്ന ധൈര്യമാണ്. ഈ ധൈര്യപൂർവ്വം ഹൃദയ രോഗമുള്ളവരെ ഹൃദയത്തിലേക്ക് കൈവെക്കണം. കരൾ രോഗമുള്ളവരെ കരളിൻ്റെ അവിടെ കൈവെക്കണം. 10,000 കർത്താവ് സുഖപ്പെടുത്തിയിട്ടുള്ള അമ്മ മാതാവ് ജീവനുടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് ദിവ്യകുർബാനയുടെ ആരാധനയുടെ സാന്നിധ്യത്തിലെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥന വരുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. തൈറോയ്ഡ് ഉള്ളവരെ തൊണ്ടയിൽ കൈവെക്കണം. സ്പോണ്ടിലോസിസ് ഉള്ളവരെ പിൻകഴുത്തിൽ കൈവെക്കണം. തലവേദന ഉള്ളവരെ നെറ്റിയിൽ കൈവെക്കണം. ഉദരരോഗമുള്ളവരെ, ഉദരത്തിൽ സിസ്റ്റമുള്ളവരെ, ഗർഭാശയത്തിൽ മുഴയുള്ളവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, പ്ലീഹായിൽ കല്ലുള്ളവരെ ഒക്കെ ആ മേഖലകളെല്ലാം അൾസർ രോഗികളെല്ലാം ആ മേഖലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ അടിയൻ 35 വർഷമായി അർപ്പിച്ച കുർബാനയെ ഇപ്പോൾ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ മാത്രം ലോകത്തിലെ നാഥനും രക്ഷകരുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ നടന്നിട്ടുള്ള മുഴുവൻ മിഷൻ പ്രവർത്തനങ്ങളെയും അങ്ങ് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധമായ വലതുകരം, നിൻ്റെ ആനപ്പെടുതാർന്ന വലതുകരം, നിൻ്റെ അത്ഭുതകരമായ വലതുകരം കർത്താവേ, ഇപ്പോഴും രോഗശാന്തിക്ക് വേണ്ടി നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവേ നീ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടിക്കൊഴിയുന്ന രോഗികൾ മുതൽ കർത്താവേ, നഖം കർത്താവ് കിട്ടുപോകുന്ന രോഗികൾ ഉള്ളം കാലം മുതൽ ഉച്ചവരെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം കരുണയുടെ പ്രവാഹമായി ആന്തരിക അവയവങ്ങളെ, കൊച്ചങ്ങളെ, അസ്ഥികളെ, ഞരമ്പുകളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ രോഗമില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാണ്ടിരിക്കരുത്. ഈ രോഗമുള്ള നിങ്ങൾ അറിയാവുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശത്രുക്കൾക്കാണെങ്കിലും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം. കാര്യം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പൊട്ടിയൊലിക്കുന്ന രോഗികൾക്ക് വേണ്ടിയാണ്. കർത്താവിടെ കാണിച്ചു തന്നതുകൊണ്ടാണ് അത് പറയണത്. പൊട്ടിയൊലിക്കുന്ന രോഗികൾ എന്ന് പറയുമ്പോൾ ഒലിപ്പ് രോഗികൾ എന്ന് വെച്ചാൽ ചിലർക്ക് കുരുക്കളൊക്കെ വന്നിട്ട് കുരുക്കളിങ്ങനെ പൊട്ടി ചോരം അതിൽ നിന്ന് വന്നു ചലമൊക്കെ വന്നുകൊണ്ടിരിക്കും, വെള്ളം വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് മൂത്രം ഇങ്ങനെ അറിയാതെ പോയിക്കൊണ്ടിരിക്കും, ചിലർക്ക് മലം പോയിക്കൊണ്ടിരിക്കും, ചിലർക്ക് രക്തം പോയിക്കൊണ്ടിരിക്കും, ചിലർക്ക് ഇതുപോലെ തന്നെ ഇതില്ലേ വെള്ളപ്പൊക്കിൻ്റെ അസുഖം ഉണ്ടാകും, വൈറ്റ് ഡിസ്ചാർജ്. ഇങ്ങനെ ശരീരത്തിൽ നിന്ന് ചിലക്ക് കണ്ടർമാനം ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പരീക്ഷ എഴുതാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കൈ വേർത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വിയർപ്പ് രോഗികൾ, കുരുക്കളും ക്യാൻസറും പൊട്ടും ചീറ്റും അപകടത്തിൽപ്പെട്ടിട്ട് മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, ഏത് വിധേനയും ശരീരത്തിൽ നിന്ന് രക്തം വെള്ളമായോ പഴുപ്പായോ ഒലിപ്പായോ പുറത്തേക്ക് വരുന്ന എല്ലാ രോഗികളെയും വിശുദ്ധമായ രക്തത്താൽ കഴുകുന്ന അതിശക്തമായ സ്വർഗീയ ഇടപെടലിൻ്റെ സമയമാണ്. ഇതിനെ സാക്ഷി നിൽക്കുന്നത് എല്ലാ മാലാഖമാരും രക്തസാക്ഷികളുമാണ്. ഇതിനെ മധ്യസ്ഥം നിൽക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം, കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യാമറിയം. ഇത് കൈനീട്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെ ആശ്വസിപ്പിച്ച് സൗഖ്യപ്പെടുന്നത് കർത്താവ് യേശു ക്രിസ്തു, ത്രിത്വത്തിൻ്റെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ. അതിന് ഭാവുകങ്ങൾ നേരുന്നത് പരിശുദ്ധാത്മാവും പരമപിതാവും. കർത്താവെ, അങ്ങയുടെ ഒരു വിറകൊള്ളി പോലോടെ ഇരിക്കുന്ന മനുഷ്യനാണ് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗം സഹിക്കാനാവാതെ, രോഗം താങ്ങാനാവാതെ, രാത്രി ഉറക്കം പോലും ഇല്ലാതെ, ഭക്ഷണം കഴിക്കാൻ പോലും തോന്നാതെ, ശരീരം മുഴുവൻ ചലമായി, ചെളിയായി, പഴുപ്പായി, ചോരയുടെ മണമായി പഴുപ്പ് പിടിച്ച് കർത്താവ് ദുർഗന്ധം പേറുന്ന മക്കളെ കണ്ടപ്പോൾ കർത്താവെ, നീ പലപ്പോഴും അവരോട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞവർ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, ഈശോയെ, ആശ്വാസവും കരുണയും എക്കാലത്തും കർത്താവെ ഈ ലോകത്തും മനുഷ്യരാശിക്ക് നിന്റെ നാമത്തിൽ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് മെമ്മറി ഓഫ് മീ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നീ പൗരോഹിത്യം സ്ഥാപിച്ചത്, ആ പൗരോഹിത്യത്തിൻ്റെ കർത്താവ് സ്ഥാപന അധികാരത്താലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ കർത്താവ് സാത്താനെ തകർത്ത് കളഞ്ഞ് ലോകത്തെ സൂക്ഷ്മമാക്കിയ മനുഷ്യന്റെ പ്രകൃതിയുടെ നല്ല ബലഹീനതയും ഉൾക്കീടമായി കുരിശായി തന്നിലേക്ക് ഏറ്റെടുത്ത് അങ്ങയുടെ കരുണയുടെ നാമത്തിലെ നാം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ ചലരോഗങ്ങള്, രോഗങ്ങള്, രക്തരോഗങ്ങള്, ഉത്രാചരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, പരിക്കൽ രോഗങ്ങള്, കുരുക്കളുടെ രോഗങ്ങള്, ചെറിയ രോഗങ്ങള്, ചിരങ്ങ് രോഗങ്ങള്, ചുഴക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തില് ഇപ്പോഴേ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ വല്ലാത്ത നമ്മുടെ മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലമാണിത്. ഞാനിപ്പോഴും അധികാരികൾക്ക് വേണ്ടിയും ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയാണ് ഇപ്പോഴേ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചത്. അധികാരികൾ സന്മനസ്സുണ്ടെങ്കിലും നമ്മളുടെ സന്മനസ്സിനൊക്കെ അപ്പുറത്താണ് വിഷയങ്ങൾ സംഭവിക്കുന്നത്.
ഒരു കൈ വിട്ടു പോയിരിക്കുന്ന ഒരവസ്ഥ. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ലോകത്തോട്. ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം യേശുക്രിസ്തുവിൽ കരുതി വെച്ച കരുതൽ കൃപയെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യനടിക്കടി സഭയിലുള്ളവർ പോലും അവിശുദ്ധമായ ആശീർവാദങ്ങൾ നടത്തുമ്പോൾ ഇനി ആശ്രയം ലോകസ്ഥാപനം മുമ്പുള്ള കരുതൽ കരുണയാണ്. അത് കർത്താവ് യേശുക്രിസ്തുവായി നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോഴേ കർത്താവാണ് കരുണയുടെ അടിസ്ഥാനം. കർത്താവെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ പാപങ്ങൾ എന്തു തന്നെ ആയാലും, ഞങ്ങളുടെ അവസ്ഥകൾ ഏത് തരത്തിലേക്ക് ലോകത്തെ നയിക്കപ്പെട്ടാലും കർത്താവെ അങ്ങ് മറന്നു പോകരുത് കർത്താവെ. അങ്ങനെ തിരുമുറിവിനെ മറന്നു പോകരുത് കർത്താവെ. അങ്ങയുടെ മുൾക്കിടത്ത് മറന്നു പോകരുത് കർത്താവെ. അങ്ങയുടെ തിരുവിലാലും മുറിവിനെ മറന്നു പോകാതെ കർത്താവെ ഈ ലോകത്തോട് കരുണ തോന്നണമേ. ദിവ്യകാരുണ്യമേ, യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് നാമത്തില് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകണമേ. എല്ലാവരും ഓൺലൈനിലുള്ള എല്ലാവരും മുട്ടി നിൽക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ, ഓൺലൈൻ ഉടമ്പടി ആയാലും തീർത്ഥാടന ഉടമ്പടി ആയാലും അമ്മയുടെ മധ്യസ്ഥം സമർപ്പിച്ച വിഷയങ്ങളും, ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ അവരിന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇപ്പോഴേ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി പ്രാർത്ഥിക്കുക. ജോലിയില്ലാത്തവർ, കുഞ്ഞുങ്ങളെ എങ്ങനെ പോറ്റുമെന്നറിയാൻ പാടില്ലാത്തവർ, സർക്കാരിൻ്റെ കിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്നറിയാൻ പാടില്ലാത്തവർ, ഒറ്റപ്പെട്ടു പോയവർ, കൂടപ്രഭുമാർ രോഗികളായി മാറുമ്പോൾ അവരെ കാണാനോ അടുക്കാനോ സ്വന്തം വിശപ്പ് മാറ്റാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ ഒന്നും പറ്റാതെ വലിയ വലിയ ആത്മവിശ്വാസമെല്ലാം ഉണ്ടായിരുന്നവരെ അതെല്ലാം തകർന്ന് തരിപ്പണമായി ഒന്നിനും ഉപകരിക്കാത്ത അവസ്ഥയിൽ മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവ് ജോലിയില്ലാത്തവർ, വിവാഹമൊത്തു വരാത്തവർ, മക്കളില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, കുഞ്ഞുങ്ങൾ വഴിപിടിച്ചു പോയവർ, തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടു പോയവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ ഓരോ നിമിഷം കൂടുകയും അത് ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ സുവിശേഷ വേലയിൽ പങ്കാളികളാകുന്നവരെ പ്രത്യേക പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രക്തസ്രാവ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട്. 9 വയസ്സുള്ള 7 വയസ്സുള്ള പെങ്കൊച്ച്, അവർ വെള്ള നിക്കർ മാത്രമേ കുടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കിടപ്പാണ്, എപ്പോഴും മരന്ന് കിടക്കും, കാലും പൊക്കി കൈയും പൊക്കി, തലപൊങ്ങി വരത്തില്ല. മകളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരസ്ത്രം പോലെ എന്തോ പാഞ്ഞു പോണ പോലെ വെറുപ്പ് വിദ്വേഷമുള്ളവരെ, ശത്രുത മനസ്സിൽ സൂക്ഷിക്കുന്നവരെ അത് കർത്താവിന് വിശുദ്ധമായ രക്തത്തെ കഴുകി ഏകപക്ഷീയമായി ക്ഷമിക്കാനും കർത്താവ് ആവശ്യപ്പെടുന്നു. പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, കമ്പനികൾ, കടകൾ, കമ്പോളങ്ങൾ, ജീവിത മാർഗങ്ങൾ എല്ലാം തുറന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാട ചൂടിയിട്ടുള്ളവരെ, ശരീരത്തിൽ എവിടെയൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് കടുത്ത പാട ചൂടുന്നവരെ, ശരീരത്തിൽ കടുത്ത പാട ചൂടിയിരിക്കുന്ന കാരണം മക്കളില്ലാത്തവരുണ്ടാകും. അതുപോലെ തന്നെ നീര് കെട്ടിയവരും ശരീരത്തിൽ ഹിഡിനെസ് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത് പതകിനെ ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ട് അത് കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. താക്കോലുകൾ കർത്താവ് കാണിക്കുന്നുണ്ട്. ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. വിശുദ്ധമായ ബന്ധങ്ങളിലാണ് ഇടപെടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിശുദ്ധമായ ശാരീരിക ബന്ധം ഏർപ്പെട്ടിരിക്കുന്നവർ പിന്മാറാൻ വേണ്ടി ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. കർത്താവേ, നിന്റെ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവരെയും വിവാഹത്തു വരാത്തവരെയും മക്കളില്ലാത്തവരെയും മത്സര യോഗ്യതാ പരീക്ഷകളിലെ എഴുതിയിരിക്കുന്നവരെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും തോറ്റുപോയവരെയും അവർക്കെല്ലാം എൻ്റെ മറുകൃതികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കർത്താവ് എന്ത് രക്ഷപ്പെടാൻ എന്ത് മാർഗം എന്നറിയാത്ത കുടുംബത്തിൽ മനസ്സ് കുഴഞ്ഞു നിൽക്കുന്നവരെ
കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കുടുംബ അസമാധാനമായിരിക്കുന്നവരെ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു കഴിയുന്നവരെ, ഒരുമിച്ച് താമസിച്ചിട്ടും പിരിഞ്ഞു കഴിയുന്ന പോലെ മാനസികാവസ്ഥയിൽ കഴിയുന്നവരെയും, മാതാപിതാക്കന്മാരെ പുച്ഛത്തോടെ എതിർപ്പോടെയും കാണുന്ന മക്കളുടെ മേൽ കർത്താവേ വിശുദ്ധരത്വം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം നിലയിൽ പണവും വിദ്യാഭ്യാസമായി കഴിഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ വരുതിയിൽ വരാതെ സ്വന്തം ലോകത്ത് തെറ്റായ പാപജീവിതം നയിക്കുന്നവരെ ഇപ്പോൾ വിശുദ്ധരത്വത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഭിസാര പ്രവൃത്തികൾ, കുടിലതന്ത്രങ്ങൾ, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തരങ്ങളും ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്നവരെ യേശുക്രിസ്തു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമർപ്പണ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിലെ മരിയൻ പാരിഷൻ മിഷണറീസ് എന്ന രീതിയിൽ സമർപ്പിതരുടെ ഒരു ശുശ്രൂഷ സമൂഹം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, അതിന് താല്പര്യമുള്ളവർ, ഡിഗ്രി പാസ്സായവർക്ക് കൃപാസനം KLVR അതുപോലെ തന്നെ കൃപാസന ഫോൺ നമ്പറിലേക്ക് വിളിച്ചറിയിക്കാമെന്നും ഇപ്പോൾ ഓർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. അമ്മ മാതാവിൻ്റെ അപേക്ഷനെക്കുറിച്ച്, പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പഠനാന്വേഷണ തീരുമാനങ്ങളിലേക്ക് സഭയെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിലെ രോഗം പടരാതെ അവനവന് നിവൃത്തിയില്ലാത്ത ജോലികൾ ചെയ്യുന്നവർക്ക് പ്രത്യേക സുരക്ഷിതത്വം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷ ഇപ്പം തന്നെ ഷെയർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും കിട്ടാൻ വേണ്ടി സുവിശേഷ വേലയായി കർത്താവിനെ അറിയാനോ അറിഞ്ഞവരെ ആഴപ്പെടുത്താനോ വേണ്ടി ഇപ്പോൾ ഷെയർ ചെയ്യേണ്ടതാണ്. ഈ ശുശ്രൂഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി തൊട്ട് മരിയൻ വണക്കമാസവും, എല്ലാ ദിവസവും രാവിലെ 9 മണി തൊട്ട് ഈ ശുശ്രൂഷ ചാനലിൽ നിങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് അഖണ്ഡ ജപമാലയും അതുപോലെ സാക്ഷ്യ ശുശ്രൂഷയും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാത്തവർ ഇപ്പം തന്നെ ഈ ശുശ്രൂഷ ഷെയർ ചെയ്യുക. സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മൗനമായി പ്രാർത്ഥിക്കുക. ഈ ഉടമ്പടി ധ്യാനത്തിൽ ലോകം മുഴുവനും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ 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 പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.